നമസ്കാരം. 6-7 മാസത്തിനുള്ളിൽ KSRTC ജനങ്ങളെ ഞെട്ടിക്കുമെന്നും അത്രയും വലിയ മാറ്റമാണ് വരാൻ പോകുന്നതെന്നും മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ നവംബറിൽ മലയാളികൾക്ക് വാക്ക് നൽകിയിരുന്നതാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്നിപ്പോൾ സർക്കാർ നടത്തി കാണിച്ചിരിക്കുന്നു. KSRTC ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും കൃത്യം 1-ാം തീയതി നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏർപ്പാടാക്കി കഴിഞ്ഞു. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നും മന്ത്രി അന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ബസ്സുകളിൽ പാട്ട് വെക്കുകയും ടിക്കറ്റ് എടുക്കുന്നതിന് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം പുരോഗമിക്കുകയാണ്. ബസ് എവിടെ എത്തിയെന്ന് കൃത്യമായി അറിയുന്നതിനായി ചലോ ആപ്പും നിലവിലുണ്ട്. ഇപ്പോൾ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി കണ്ടെത്താനുള്ള വിപ്ലവകരമായ ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് KSRTC. ഇതിന്റെ ഭാഗമായി 43 ഡിപ്പോകളിൽ പാനൽ സ്ഥാപിക്കും. MLA ഫണ്ടും മറ്റു ഫണ്ടുകളും ഇതിനായി തേടും. തിരുവനന്തപുരം ആനേറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് പദ്ധതി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. കുറഞ്ഞത് 850 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടങ്ങളുള്ള ഡിപ്പോകളിലാണ് സോളാർ പാനൽ സ്ഥാപിക്കുക. കിഴക്കേക്കോട്ടയിലെ ചീഫ് ഓഫീസ്, സിറ്റി ഡിപ്പോ, കാട്ടാക്കട ഡിപ്പോ എന്നിവിടങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങി. കാട്ടാക്കടയിൽ MLA ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കിയത്. മറ്റിടങ്ങളിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലൂടെ പണം കണ്ടെത്തി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ, പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ്, പാപ്പനംകോട് ഡിപ്പോ, പാപ്പനംകോട് ഗ്യാരേജ് എന്നിവിടങ്ങളിലും സ്മാർട്ട് സിറ്റി വഴി പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ 1.5 മാസം മുമ്പ് KSRTCക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയുകയും ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ KSRTC ചരിത്ര നേട്ടം കൈവരിച്ചിരുന്നു. KSRTCയുടെ 85% ഡിപ്പോകൾ സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടി. കേരളത്തിലെ 93 ഡിപ്പോകളിൽ 85% ഡിപ്പോകളും സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നു. ഡ്രൈവറുടെ ശമ്പളം, ഇന്ധനം, മെയിന്റനൻസ് എന്നിവയെല്ലാം കണക്കാക്കിയാൽ ഓടുന്ന ഓരോ വണ്ടിയും പ്രവർത്തന ലാഭത്തിലാണ്. ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ആര്യങ്കാവ് ഡിപ്പോ പോലും ഇന്ന് മുന്നിൽ കയറിയിരിക്കുന്നു. വണ്ടികൾ കൃത്യവും കൃത്യസമയത്തും ഓടിക്കാൻ കഴിയുന്നത് കൊണ്ടും ബ്രേക്ക് ഡൗൺ കുറയുന്നത് കൊണ്ടുമാണ് ഈ ലാഭങ്ങളെല്ലാം ഉണ്ടായത്. പല ഡിപ്പോകളും കൊടിയ നഷ്ടത്തിൽ നിന്നാണ് കരകയറിയത്. ഈ നേട്ടങ്ങളിലെല്ലാം ജീവനക്കാരെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. റോഡ് ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്നും LDF സർക്കാർ തന്നെ. കേരളത്തിലെ റോഡ് ഗതാഗതം മികച്ചതാക്കാൻ LDF കൊണ്ടുവന്ന പദ്ധതികളെല്ലാം വിപ്ലവകരമായിരുന്നു.